നമസ്കാരം പ്രിയരെ. ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനസിന്റെയും നിസയുടെയും ഏക മകളാണ് ഫാത്തിമ. അവൾ ബാംഗ്ലൂരിൽ BSc നഴ്സിംഗിന് പഠിക്കുകയായിരുന്നു. അങ്ങനെ തേർഡ് ഇയർ എക്സാം എല്ലാം കഴിഞ്ഞ് ഒരു 10 ദിവസം അവർക്ക് അവധിയാണ്. ആ അവധിക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ഉമ്മിച്ച ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴത്തെ ആ തോന്നലിൽ താൻ വരുന്നില്ല എന്നാണ് ഫാത്തിമ ഉമ്മിച്ചായോട് പറഞ്ഞത്. നിസ ഒന്നും മിണ്ടിയില്ല. എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ ഹോസ്റ്റലിൽ തന്നോടൊപ്പമുള്ള എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണെന്നറിഞ്ഞു. അപ്പോഴും അവൾക്ക് പോണമെന്ന് തോന്നിയില്ല. അവളുടെ ഹോസ്റ്റൽ വാർഡൻ ഒരാഴ്ചയായിട്ട് ലീവിലായിരുന്നു. അതുകൊണ്ട് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ വാർഡനാണ് ഇപ്പോൾ ഈ ഹോസ്റ്റലിലെയും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അദ്ദേഹവുമായി നല്ല ഫ്രണ്ട്ലിയാണ് ഫാത്തിമ. അദ്ദേഹത്തിന്റെ പേര് തോമസ് മാത്യു. അങ്ങനെ തോമസ് സാറിനോട് ചോദിക്കാൻ തന്നെ ഫാത്തിമ തീരുമാനിച്ചു. അവൾ നേരെ വാർഡന്റെ മുറിയിലേക്ക് ചെന്നു. അവൾ അവിടെ ചെന്നപ്പോൾ ആ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ മുറിക്കുള്ളിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ അതിനു മുന്നിൽ നിന്നിരുന്ന സെക്യൂരിറ്റി ചോദിച്ചു, മോളെ, എങ്ങോട്ടാണ് പോകുന്നത്? വാർഡനെ കാണാനാണോ? അതെ ചേട്ടാ, വാർഡനെ കാണാനാണ്. വാർഡനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. മോളിപ്പോഴങ്ങോട്ട് പോകണ്ട. അവിടെ ഒരാളുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് ആരെയും കടത്തിവിടരുത് എന്നാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ഞാൻ പോയിക്കോളാം. സാർ എന്നെ ഒന്നും പറയില്ല. ഞാൻ സാറുമായി നല്ല ഫ്രണ്ട്ലിയാണ്. ഞാൻ ചെന്നാലും ഒന്നും പറയില്ല. എനിക്കാണെങ്കിൽ അത്യാവശ്യമായ ഒരു കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. അയ്യോ, അത് പറഞ്ഞാലൊന്നും പറ്റില്ല മോളെ. എന്നോട് ഒരു മനുഷ്യനെയും അങ്ങോട്ട് കടത്തിവിടരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. മോൾ അങ്ങോട്ടെങ്ങാനും ചെന്നിട്ട് അങ്ങേർക്ക് ദേഷ്യം വന്നാൽ പിന്നെ വായിൽ വരുന്ന തെറി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ. ചേട്ടനൊരു കാര്യം ചെയ്, ഒന്ന് ഫോൺ ചെയ്തു നോക്ക്. ഞാനാണെന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് സെക്യൂരിറ്റി ഫോൺ ചെയ്തു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു വാർഡൻ പറഞ്ഞത്. അത് കേട്ട് സെക്യൂരിറ്റി ചേട്ടൻ ആകെ അന്താളിച്ചു പോയി. ആ, ഫാത്തിമയാണോ? എങ്കിൽ അവളെ കയറ്റിവിട്ടേരെ എന്നാണ് വാർഡൻ പറഞ്ഞത്. അങ്ങനെ ഫാത്തിമ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു ചെന്നു. അവിടെ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ഫാത്തിമ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ആ സ്ത്രീ ആ മുറിയിൽ ഒരു പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാത്തിമയെ കണ്ടതും ആ സ്ത്രീ പഴം കഴിക്കൽ ഒന്ന് നിർത്തി. എന്നിട്ട് സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചിട്ട് നേരെ ഇരുന്നു. ഫാത്തിമയെ കണ്ടതും സാർ അകത്തേക്ക് വിളിച്ചു. എന്താ ഫാത്തിമ, ഫാത്തിമയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് സാർ, ഈ മാഡം ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഓ, ഇത് ഫാത്തിമയ്ക്ക് അറിയാൻ വഴിയില്ല. ഇതെന്റെ മകന്റെ ഭാര്യയാണ്. എന്റെ മകൻ അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ അബുദാബിയിലാണ്. അതുകൊണ്ട് ഇവൾ അവിടെ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ പറയും, മോളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ. ഇവൾക്കും എന്റെ അടുത്ത് വന്നിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇരിക്കും. ഇവൾക്കാണെങ്കിൽ പഴവെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. മോച്ചാരാണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ ഇവൾക്ക് അതൊക്കെ കൊടുക്കാൻ. എന്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകാമെന്ന് വെച്ചാലോ, എന്റെ വീട്ടിലുള്ളവർക്ക് ഇവളെ കാണുന്നതേ ചതുർത്ഥിയാണ്. പിന്നെ ഒരു വഴക്കൊഴിവാക്കാമെന്ന് കരുതി ഞാനും ഇവളെ അങ്ങോട്ടങ്ങനെ വിളിക്കാറില്ല. എന്നാലും എനിക്ക് ഇവളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്റെ മരുമകളായി പോയില്ലേ. അവളുടെ ഇഷ്ടങ്ങൾ ഞാനല്ലേ നോക്കേണ്ടത്. ഒന്നാമത് എന്റെ മകൻ നാട്ടിലില്ല. അത് കേട്ട് ആ സ്ത്രീ ഫാത്തിമയെ നോക്കി ഒന്ന് ചിരിച്ചു. ഫാത്തിമയും തിരിച്ചു ചിരിച്ചു. എന്നിട്ട് അവർ ഫാത്തിമയോട് ചോദിച്ചു, മോൾക്ക് പഴം ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഇന്നാ തൊലി ഉരിഞ്ഞു കഴിച്ചോ. അപ്പച്ചൻ തന്നെ നട്ടു വളർത്തി ഉണ്ടാക്കിയതാ. കഴിച്ചു നോക്കൂ മോളെ, സാറ് പറഞ്ഞു. വേണ്ട സാർ, ഇപ്പോൾ വേണ്ട. അതൊക്കെ പോട്ടെ ഫാത്തിമ, എന്താണ് പറയാൻ വന്നത് എന്ന് പറഞ്ഞില്ലല്ലോ. ആ, പറയാൻ സാർ 10 ദിവസം കോളേജ് അവധിയാണല്ലോ. അപ്പോൾ എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല സാർ. അതുകൊണ്ട് ഞാൻ മാത്രമായി ഇവിടെ നിന്നാൽ കുഴപ്പം വല്ലതും ഉണ്ടാകുമോ? ഏയ്, അതൊന്നും കുഴപ്പമില്ല. മോൾ ധൈര്യമായി നിന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ടാകും. അല്ല, നീ എന്താ വീട്ടിലേക്ക് പോകാത്തത്? എന്തായാലും അവധി കിട്ടിയതല്ലേ, അതും 10 ദിവസം. നിനക്ക് വീട്ടിൽ പോയി ഉമ്മയും പാപ്പയൊക്കെ ഒന്ന് കണ്ട് 4-5 ദിവസം വീട്ടിൽ നിന്നിട്ട് പോന്നൂടെ? അത് സാർ, വീട്ടിൽ ചെന്നാൽ പിന്നെ ഭയങ്കര ബോറടിയാണ് സാർ. അവിടെയാണെങ്കിൽ ബാപ്പിച്ചയും ഉമ്മിച്ചയും തമ്മിൽ എപ്പോഴും വഴക്ക. അതെന്താടോ, തന്റെ ഉമ്മിച്ച അത്രയ്ക്ക് കുഴപ്പക്കാരിയാണോ? ഏയ്, അതൊന്നുമല്ല സാർ. ഉമ്മിച്ച ഒരു പാവമാണ്. ഒരിക്കൽ ഞാൻ +2 പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനും ഞാനും ഒരുമിച്ച് ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യത്തിലും അവൻ ഉണ്ടാവാറുണ്ടായിരുന്നു. പരീക്ഷയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ
കമ്പൈൻ സ്റ്റഡിക്കായി ഞാൻ കൂട്ടുകാരുടെ കൂടെ അവരുടെ വീട്ടിൽ നിൽക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ ഉമ്മിച്ചായ്ക്ക് കൂട്ടായി അവനാണ് വീട്ടിൽ ഉണ്ടാകാറുള്ളത്. ചില ദിവസങ്ങളിൽ രാത്രിയിലും അവൻ ഉമ്മിച്ചായ്ക്ക് കൂട്ടു നിൽക്കാറുണ്ട്. അതുകൊണ്ട് എന്നേക്കാൾ സ്നേഹമാണ് അവനോട് ഉമ്മിച്ചായ്ക്ക്. അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും കൂടെ ഇരുത്തി കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ചിലപ്പോഴൊക്കെ അവനും ഞാനും ഒരുമിച്ച് വീട്ടിൽ ഉണ്ടാവാറുണ്ട്. എന്നെ ട്യൂഷൻ എടുക്കാറുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഉമ്മിച്ച വീട്ടിൽ തന്നെ ഒരുക്കി തരും. ക്ഷീണിക്കുമ്പോൾ ഉമ്മിച്ച ജ്യൂസൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാറുണ്ട്. അവന് ഏറ്റവും ഇഷ്ടം നല്ല ചൂടുള്ള കല്ലിൽ ചുട്ട ദോശയാണ്. ഒപ്പം തേങ്ങ അരച്ച നല്ല കൊഴുത്ത വെള്ളച്ചമ്മന്തിയും. പക്ഷെ എനിക്കങ്ങനെ പൊരിച്ചതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഫ്രൂട്ട് സാലഡാണ് ഇഷ്ടം. അവന്റെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ കൊതിയാണ് എനിക്ക്. അന്നൊക്കെ വാപ്പിച്ച ബിസിനസ് കാര്യങ്ങളുമായി പലയിടങ്ങളിലായിരിക്കും. വീട്ടിലേക്ക് വരുന്നത് തന്നെ വല്ലപ്പോഴുമായിരുന്നു. പിന്നെ വാപ്പിച്ച വരുമ്പോഴൊക്കെ ഉമ്മിച്ചയായിട്ട് വഴക്കിടാൻ തുടങ്ങി. ആദ്യമൊന്നും കാര്യമെന്താണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. പിന്നെയാണ് ആ മാനേജർ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് മനസ്സിലായത്. പിന്നെ ഉമ്മിച്ച അയാളെ കാണേണ്ട വിധത്തിൽ കണ്ടപ്പോൾ അയാളുടെ പാരവെപ്പും നിന്നു. അയാൾ ഇത്തിരി പ്രായമേറിയതാണെങ്കിലും ഇപ്പോഴും നല്ല ഒരു 35 വയസ്സിന്റെ കരുത്താണെന്ന് ഉമ്മിച്ച പറയുമായിരുന്നു. വാപ്പിച്ച ഇപ്പോൾ ബിസിനസ് ഒക്കെ വീട്ടിലിരുന്നാക്കി. അതുകൊണ്ട് അവനിപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ വരാനും പറ്റാറില്ല. അവനെ കാണാൻ ഉമ്മിച്ചായ്ക്ക് കൊതിയാവുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു പറയാറുണ്ട്. വാപ്പിച്ചയാണെങ്കിൽ കണ്ടറിഞ്ഞൊന്നും ചെയ്യുകയുമില്ല. ഞാൻ എന്ത് ചെയ്യാൻ എന്റെ സാറേ? അതുകൊണ്ടൊക്കെയാണ് വീട്ടിലേക്ക് പോകാൻ എനിക്ക് തോന്നാത്തത്. ഓഹോ, അത് ശരി. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ. സോറി സാർ, എന്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആക്കിയല്ലേ? സോറി മാഡം. ഏയ്, അതൊന്നും സാരമില്ല ഫാത്തിമ. പക്ഷെ മോളുടെയും ഉമ്മച്ചായുടെയും കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കണമല്ലോ. അതിനിപ്പോൾ ഒരു കാര്യം ചെയ്യേ. ഫാത്തിമ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. അത് മാഡം, ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു വഴിയുണ്ട് മോളെ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ഫാത്തിമ നാട്ടിലേക്ക് വണ്ടി കയറി. അവളുടെ കൂടെ അവർ കൂടി ഉണ്ടായിരുന്നു, തോമസ് സാറും മരുമകളും. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ നാട്ടിലെത്തി. വീട്ടിൽ ആരോടും ഒന്നും പറയാതെയാണ് അവർ അങ്ങോട്ട് ചെന്നത്. അവർ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. വീട്ടിലേക്ക് കയറിയപ്പോൾ വാപ്പിച്ച ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ കണ്ടതും വാപ്പിച്ച എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. വാർഡനെ കണ്ടപ്പോൾ വാപ്പിച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും ഫാത്തിമയെ ജീവനായിരുന്നു അനസിന്. അതുകൊണ്ട് മോൾക്ക് എന്തോ അബദ്ധം പിണഞ്ഞതുകൊണ്ടാണ് വാർഡൻ കൂടെ വന്നത് എന്നാണ് ആദ്യം വാപ്പിച്ച അനസ് വിചാരിച്ചത്. പിന്നെ ഫാത്തിമയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയായതുകൊണ്ടാണ് ഞങ്ങളും കൂടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അനസിന് വലിയ സന്തോഷമായി. കൂടെയുള്ള മരുമകൾ സാറിന്റെ ഭാര്യയാണെന്ന് കള്ളം പറഞ്ഞു പരിചയപ്പെടുത്തി. അങ്ങനെ തോമസ് സാറും അനസും തമ്മിൽ സംസാരിച്ചിരുന്നു. അവരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഫാത്തിമയുടെ ഉമ്മിച്ച നിസ ഇറങ്ങി വന്നത്. അവരെ കണ്ടതും നിസയ്ക്ക് ഒത്തിരി സന്തോഷമായി. നിസയും മാഡവും ഫാത്തിമയും കൂടി അകത്ത മുറിയിലേക്ക് പോയി. നിസയോട് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ മാഡം പറഞ്ഞു. നിസയ്ക്ക് ഒത്തിരി സന്തോഷമായി. തോമസ് സാറുമായി കമ്പനി ആയപ്പോൾ 2 ദിവസം കഴിഞ്ഞു പോയാൽ മതിയെന്ന് ഫാത്തിമയുടെ ബാപ്പിച്ച നിർബന്ധിച്ചു. അതുകൊണ്ട് അവർ അവിടെ 2 ദിവസം നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അതുതന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. രോഗി ഇച്ഛിച്ചതും പാൽ, വൈദ്യം കൽപ്പിച്ചതും പാൽ. എന്നാലും ഫാത്തിമയുടെ വാപ്പിച്ച ഇങ്ങനെ നിർബന്ധിക്കുമെന്ന് വിചാരിച്ചില്ല. തോമസ് സാറിന്റെ ഭാര്യയാണ് കൂടെയുള്ളതെന്ന് പറഞ്ഞപ്പോൾ അനസിന് വിശ്വാസമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തു. അന്ന് രാത്രി തോമസ് സാറും അനസും ഒന്നിച്ചിരുന്നൊന്ന് കൂടി. നിസ അവർക്ക് ടച്ചിങ്സിനുള്ള മുട്ട ഓംലറ്റും മറ്റു പലഹാരവും എല്ലാം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുടിച്ചു അനസ് ആകെ പാമ്പായി. പിന്നെ അവിടെ തന്നെ കിടന്നങ്ങുറങ്ങി. നിസയും ഫാത്തിമയും കൂടി അനസിനെ താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് സജിയെ വിളിച്ചു. ഫാത്തിമയുടെ പഴയ കളിക്കൂട്ടുകാരൻ. കുറെ നാളുകളായി അവൻ അങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. അവനെ കണ്ടപ്പോൾ നിസയ്ക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ നിസയും ഫാത്തിമയും സജിയും കൂടി കുറെ നാളത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഉമ്മിച്ചയുടെ സ്നേഹം അവൻ വേണ്ടുവോളം അനുഭവിച്ചു. പിന്നെ തോമസ് സാറും മരുമകളും എല്ലാം പ്ലാൻ ചെയ്തു. ആദ്യമായിട്ടാണ് മരുമകൾക്ക് അമ്മായിയച്ഛന്റെ കൂടെ ഇങ്ങനെ ഒരു യാത്ര. അതും അമ്മായിയച്ഛന്റെ പ്രിയപ്പെട്ട ശിഷ്യയെ സഹായിക്കാൻ. ആ സന്തോഷം അവർ മുറിക്കുള്ളിൽ ആഘോഷിച്ചു. അപ്പോൾ മഴ തിമിർത്തു പെയ്യുകയായിരുന്നു. പിന്നീട് മരുമകൾ എഴുന്നേറ്റ് അനസിന്റെ മുറിയിൽ പോയി കിടന്നു. അതൊരു തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമായിരുന്നു ഉദ്ദേശം. അത് ഫലം കണ്ടു.
രാവിലെ അനസ് എഴുന്നേറ്റപ്പോൾ കൂടെ കിടക്കുന്ന ആളെ കണ്ട് ഞെട്ടി. എല്ലാവരും അത് കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അനസിന് എന്തു പറയണമെന്നറിയാതെ അനസ് തലകുനിച്ചു നിന്നു. അനസ് ആകെ നാണം കെട്ടുപോയിരുന്നു. അത് തെറ്റിദ്ധാരണയാണെന്ന് ബോധ്യപ്പെടുത്താൻ അനസ് ഒരുപാട് പണിപ്പെട്ടു. അപ്പോഴാണ് തന്റെ ഭാര്യയോട് താൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു മനസ്സിലാക്കിയത്. സംശയം എന്ന രോഗം എത്ര വലുതാണെന്ന് അപ്പോൾ അയാൾക്ക് മനസ്സിലായി. പിന്നീട് അയാൾ ഒരിക്കലും ആരെയും സംശയിച്ചിട്ടില്ല. തോമസ് സാറിന്റെ മരുമകളുടെ ഐഡിയ ആയിരുന്നു എല്ലാം ഒന്ന് കലങ്ങിത്തെളിഞ്ഞ് വാപ്പിച്ചായും ഉമ്മിച്ചയും ഇപ്പോൾ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. ഫാത്തിമ മനസമാധാനത്തോടെ ഹോസ്റ്റലിലും. സംശയം ഒരു രോഗമല്ല, എന്നാൽ അത് പിടിപെട്ടാൽ വളരെ ഗുരുതരമാവും. അത് ആണിനായാലും പെണ്ണിനായാലും.